Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് റെഡ്മിയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ Redmi K50i ആണ്. അപ്പോൾ റെഡ്മിയുടെ K സീരീസ് വളരെ പോപ്പുലറായ ഒരു സീരീസ് ആയിരുന്നു. 2019 അത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. അന്ന് K50 K50 Pro എന്ന് പറഞ്ഞ K20 K20 Pro പറഞ്ഞ രണ്ട് വേരിയൻ്റ് ആയിരുന്നു. അത് പോപ്പപ്പ് ക്യാമറയും ആംബുലൻസ് ഡിസ്പ്ലേ ഒക്കെ വന്നിട്ട് വളരെ അടിപൊളി ഡിവൈസ് ആയിരുന്നു. അന്നത്തെ ഡിവൈസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത രണ്ട് ഡിവൈസസ് ആണ് റെഡ്മി K20 K20 Pro. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റെഡ്മീൻ്റെ K സീരീസിൽ ഫോണൊന്നും ഇന്ത്യയിൽ വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് റെഡ്മി K സീരീസ് വീണ്ടും ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് റെഡ്മി K50i ആണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് പറയാം. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് സോളിഡ് പെർഫോമൻസ് ആണ്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു പ്രോസസ്സറാണ്. Dimensity 8100 ആണ്. വളരെ പവർഫുൾ ചിപ്പാണ്. ഇതിന് തൊട്ടടുത്തുള്ള ഡിവൈസ്, അതായത് Dimensity ഉള്ളത് ഓൾമോസ്റ്റ് 12,000 റുപ്പീസ് അഡീഷണൽ കൊടുക്കണം. അതായത് Dimensity 8100 വരുന്ന വേറൊരു ഡിവൈസ് എന്ന് പറയാവുന്നത് ഇതിലും 12,000 റുപ്പീസ് അഡീഷണൽ കൊടുക്കുക. അപ്പോൾ അത്രയും പവർഫുൾ ഡിവൈസാണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. പക്ഷേ അതിന് ചില കോംപ്രമൈസസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ കോംപ്രമൈസ് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് റെഡ്മി K50i ബോക്സ്. ഇന്ത്യസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എഴുതിയാണ് റെഡ്മി. അതേപോലെ മീ ലോഗോം കാണാം. ഇവിടെ സൈഡിൽ നമുക്ക് ഫ്ലാഗ്ഷിപ്പ് Dimensity 8100 ചിപ്പ് എഴുതിയാണ്. ഡോൾബി വിഷൻ, ഡോൾബി ആറ്റ്മോസ്, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സാണ്. പിന്നെ ബാക്കിൽ നമുക്ക് ഇവിടെ കാണാം ഫ്ലാഗ്ഷിപ്പ് Dimensity 8100 5 നാനോമീറ്റർ ചിപ്പ്, ഡ്യുവൽ 5G സപ്പോർട്ട്, 67 വാട്ട് ടർബോ ചാർജർ, 5080 mAh കപ്പാസിറ്റി ബാറ്ററി, ഡോൾബി വിഷൻ്റെ, അതേപോലെ 144 Hz അഡാപ്റ്റീവ് സിങ്ക് ഡിസ്പ്ലേ, കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 ഉണ്ട്, ഫ്ലാഗ്ഷിപ്പ് ഗെയിമിംഗ് എക്സ്പീരിയൻസ്, 8GB LPDDR5 റാമും, UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ടാണ്, ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ഉണ്ട്, 64 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറയും 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ്. ഇത് 3 കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്. സിൽവർ, ബ്ലൂ ആൻഡ് ബ്ലാക്ക്. 8GB 256GB 6GB 128GB ആണ് വരുന്നത്. അപ്പോൾ രണ്ട് വേരിയൻസ് ആണ് വരുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ക്യുക്ക് സിൽവർ ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇപ്പോൾ ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് മെയിനായിട്ടുള്ള ചെറിയ ഒരു ബോക്സാണ് കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് സാർ വാല്യൂ ഇവിടെ എഴുതിയിട്ടുണ്ട്. 0.865 0.796 ആണ് ഹെഡും ബോഡി സാറ്. പിന്നെ നമുക്കിവിടെ ഒരു മാനുവലാണ് കിട്ടുന്നത്. പിന്നെ ഒരു ചാർജിങ് കേസാണ്, കേസാണ്. ഇത്രയാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. പിന്നെ സിം ഇജക്റ്റ് പിന്നും കാണാം നമുക്ക്. പിന്നെ ഡിവൈസാണ് വരുന്നത്. ഇത് ആക്ച്വലി അൺബോക്സ്ഡ് ബോക്സ് ആണ് കേട്ടോ. അത് പുതിയ ബോക്സ്, സീൽഡ് ബോക്സ് അല്ല നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇത് അൺബോക്സ്ഡ് ആണ്. അപ്പോൾ പ്യുവർ അൺബോക്സിംഗ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് കിട്ടുന്നത് 67 വാട്ട് ചാർജർ ഉണ്ടല്ലേ. ഷവമീൻ്റെ സോണിക് ചാർജ് 67 വാട്ടാണ്. പിന്നെ ഒരു USB Type-C ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ്. അപ്പോൾ ഇത്രയും ബോക്സിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് റെഡ്മി K50i. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് സൈഡിൽ ഒരു ഫ്ലാറ്റ് പാനലാണ് കിട്ടുന്നത്. 4 സൈഡിൽ ഒരു ഫ്ലാറ്റ് പാനലാണ്. ഇവിടെ നമുക്ക് പവർ ബട്ടൺ കാണാം. അതേപോലെ തന്നെ ഇവിടെ വോളിയം കീസും കാണാവുന്നതാണ്. പിന്നെ ഈ സൈഡിൽ ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. താഴെ ഒരു സിം ട്രെയും USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റാണ്. മുകൾ ഭാഗത്ത് സ്പീക്കറും അതേപോലെ തന്നെ നമുക്ക് IR ബ്ലാസ്റ്ററും 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. ഈ കാറ്റഗറിയിലൊക്കെ ഇപ്പോൾ ഒട്ടുമിക്ക ഫോൺസും 3.5mm ഓഡിയോ ജാക്ക് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡഡ് ആണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. ഇവിടെ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. 64 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ. ഈ യൂണിറ്റ് കുഴപ്പമില്ല, നല്ലൊരു സിൽവർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റെഡ്മി 5G ബ്രാൻഡിങ് ആണ്. ഇത് പോളികാർബണേറ്റ് മെറ്റീരിയലാണ്. ഫ്രെയിം പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഇതാണ് ഡിസൈൻ ആസ്പെക്റ്റ് പറയുക. നല്ലൊരു ഇൻഹാൻഡ് ഫീലൊക്കെ ഉണ്ട്. ഒരുപാട് ഹെവി ഒന്നുമല്ല ഡിവൈസ്, നല്ലൊരു ഇൻഹാൻഡ് ഫീലൊക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ IR ബ്ലാസ്റ്റർ ഉണ്ട്. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഡിസൈനിലെ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. കുറച്ച് കോസ്റ്റ് കട്ടിങ് ഒബ്വിയസ്ലി ഉണ്ടാകും. നമുക്ക് ഈ പ്രൈസ് സെഗ്മെന്റിൽ ഇത്രയും പെർഫോമൻസ് വരുമ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് കോസ്റ്റ് കട്ടിങ് ഉണ്ട്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്, പക്ഷേ എന്നാലും പ്ലാസ്റ്റിക് പോലെ പോളികാർബണേറ്റ് ആണെങ്കിലും നല്ലൊരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. മാറ്റ് ഫിനിഷ്, ഗ്ലാസിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഫിനിഷ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേയിലേക്ക് പോകാം. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു കോംപ്രമൈസ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചെറിയ രീതിയിൽ കോംപ്രമൈസ് എന്ന് പറയാവുന്നത്. നമുക്ക് K20ലും K20 Proയിലും AMOLED ഡിസ്പ്ലേ ആയിരുന്നു. ഇവിടെ നമുക്ക് LCD ഡിസ്പ്ലേ ആണ്. പക്ഷേ ഈ LCD ഡിസ്പ്ലേൻ്റെ പ്രത്യേകതകൾ ഞാൻ പറയാം. എന്തുകൊണ്ട് LCD കൊടുത്തതെന്ന് കമ്പനി പറയണമെന്ന് വെച്ചാൽ ഇത് സാധാരണ LCD പാനലിനെ
പാനലിനേക്കാളും ബെറ്റർ പാനലാണ്, അതേപോലെ തന്നെ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കുക എന്നുള്ളതാണ് കമ്പനീൻ്റെ അവകാശം. എങ്കിലും AMOLED അതിൻ്റേതായ ഒരു ഗുണം ഒബ്വിയസ്ലി ഉണ്ടാവും. ഇതിനകത്ത് വരുന്നത് FFS ഡിസ്പ്ലേ എന്ന് പറയും, 144 Hz FFS ഡിസ്പ്ലേ എന്ന്. അതെന്താ വെച്ചാൽ എന്താ പറയുക, ഫ്രിഞ്ച് ഫീൽഡ് സ്വിച്ചിങ് എന്നാണ് ഇതിന് പറയുന്നത്, FFS എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രിഞ്ച് ഫീൽഡ് സ്വിച്ചിങ് എന്നാണ് ഇതിന് പറയുന്നത് FFS. അപ്പോൾ അത് IPS LCDനേക്കാളും ബെറ്ററായ ഒരു പാനലാണ് ഇത് FFS LCD പാനൽ എന്ന് പറയാവുന്നത്. അതേപോലെ തന്നെ ഹയർ റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിട്ട് 144 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ റിഫ്രഷ് ചെയ്യേണ്ടില്ലേ, നമുക്ക് സ്വിച്ച് ചെയ്യാവുന്ന കസ്റ്റം ഓപ്ഷനാണ്. 6090 144 ആണ് ഓപ്ഷൻസിൽ വരുന്നത്. പക്ഷേ ഇത് ആക്ച്വലി ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇപ്പം ഡിഫോൾട്ടിന് അല്ലാണ്ട് റിഫ്രഷ് റേറ്റ് ഓട്ടോമാറ്റിക്കായി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കസ്റ്റം സെലക്റ്റഡ് റിഫ്രഷ് റേറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് റിഫ്രഷ് റേറ്റ് ബേസ്ഡ് ഓൺ ദ ബാറ്ററി ആൻഡ് പെർഫോമൻസ്. അതായത് നമുക്ക് ഓട്ടോമാറ്റിക് വേണമെങ്കിൽ, ഓട്ടോമാറ്റിക്കായി സ്വിച്ച് ചെയ്യുന്ന ഓപ്ഷൻ വേണമെങ്കിൽ അത് ആക്ച്വലി 30, 48, 50, 60 അങ്ങനെ ഡിഫറെൻറ്റ് പ്ലേ ബാക്ക്, അതായത് മ്യൂസിക് പ്ലേ ബാക്കോ ഓഡിയോ പ്ലേ ബാക്കോ അല്ലെങ്കിൽ വീഡിയോ പ്ലേ ബാക്കോ അങ്ങനത്തെയൊക്കെ അനുസരിച്ച് സ്വിച്ച് ചെയ്യുന്നതാണ്. ഗെയിമിംഗ് ആകുമ്പോൾ അത് സ്വിച്ച് ചെയ്യുന്നത് 60, 90, 120 അല്ലെങ്കിൽ 144 Hz ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ആസ്പെക്റ്റ്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് നോർമലായ 144 Hz സെറ്റ് ചെയ്യാവുന്നതാണ്. വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുന്നത്, നല്ല ടച്ച് റെസ്പോൺസ് ആണ്. പിന്നെ ഡിസ്പ്ലേയെ കുറിച്ച് ഞാൻ പറയുമ്പോൾ വേറൊരു കാര്യം പറഞ്ഞാൽ ഡോൾബി വിഷൻ സപ്പോർട്ട് ഉണ്ട്. അതേപോലെ തന്നെ സാധാരണ നമുക്ക് IPS LCD പാനലിൽ ഒരു പോരായ്മ എന്താ വെച്ചാൽ അതിൻ്റെ കളേഴ്സ് AMOLEDൻ്റെ മാതിരി അത്രയ്ക്ക് വിവിഡും വൈബ്രൻറ്റും ആയിരിക്കില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നല്ലൊരു ഡെൻസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഡെൻസിറ്റി AMOLED ഡിസ്പ്ലേൻ്റെ പ്രത്യേകത അതിൻ്റേതായ ഒരു വൈബ്രൻസിയാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ ഡോൾബി വിഷൻ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ കളേഴ്സ് കുറേയും കൂടി നാച്ചുറലും ട്രൂ ടു ലൈഫ് ആയിരിക്കും. അതേപോലെ തന്നെ HDR10 സപ്പോർട്ടും ഉണ്ട്. പിന്നെ DCI P3 കളർ ഗ്യാമറ്റ് 100% DCI P3 കളർ ഗ്യാമറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കളേഴ്സിൻ്റെ കാര്യത്തിൽ AMOLEDൻ്റെ അതേ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കിട്ടുന്നുള്ളതാണ് അതിൻ്റെ ഒരു പോയിന്റ്. കാരണം DCI P3 കളർ ഗ്യാമറ്റും ഉണ്ട്, ഡോൾബി വിഷൻ സർട്ടിഫിക്കേഷൻ. ഈ രണ്ടും വരുന്നത് എന്താ വെച്ചാൽ കളർ ആക്യുറസിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കളേഴ്സിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല. പിന്നെ വ്യൂയിങ് ആംഗിൾസ് ഉണ്ടില്ലേ, കുഴപ്പമില്ലാത്ത ഒരു വ്യൂയിങ് ആംഗിൾസ് ആണ്. സാധാരണ നമ്മളെ IPS LCDനേക്കാളും വളരെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. അതേപോലെ ടച്ച് റെസ്പോൺസിൻ്റെ കാര്യമാണെങ്കിലും വളരെ മികച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം നല്ലൊരു ഡിസ്പ്ലേ ആണ്. എങ്കിലും AMOLEDനേക്കാളും ബെറ്റർ ആണോ ചോദിച്ചാൽ അങ്ങനെ ഞാൻ പറയത്തില്ല, കാരണം നമ്മൾ യൂസ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും കമ്പനി അവകാശപ്പെടുന്ന AMOLEDൻ്റെ അതേ എക്സ്പീരിയൻസ് തന്നെ ഇതിനകത്ത് കിട്ടും എന്നുള്ളതാണ് കമ്പനീൻ്റെ അവകാശം. അപ്പോൾ എത്രത്തോളം ശരിയാണെന്നുള്ളത് നമുക്ക് കുറച്ച് യൂസ് ചെയ്താലേ പറയാൻ പറ്റില്ല. എങ്കിലും എനിക്ക് ഫസ്റ്റ് ഇംപ്രഷനിൽ ഡിസ്പ്ലേ ഇഷ്ടപ്പെട്ടു. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലേക്ക് പോകാം. ഇതിനകത്ത് വരുന്നത് MIUI 13 ആണ്, നമുക്ക് കിട്ടുന്നത് Android 12 ആണ്. എൻ്റെ കയ്യിലുള്ളത് 8GB + 3GB നമുക്ക് അഡീഷണൽ റാം ഉണ്ട്. പിന്നെ Dimensity 8100 മാക്സ് 2.85 ക്ലോക്ക് സ്പീഡാണ്. അതേപോലെ നമുക്ക് MIUI 13.0.2 ആണ്. പിന്നെ നമുക്ക് MIUI നമുക്ക് റെഗുലർലി കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അഡീഷണൽ ഫീച്ചേഴ്സ് ആണെങ്കിലും സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണെങ്കിലും ഫ്ലോട്ടിംഗ് വിൻഡോ, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്, നല്ല സ്മൂത്താണ്. പിന്നെ കുറച്ച് ബ്ലോട്ട് പേസ് ഒബ്വിയസ്ലി ഉണ്ട്, കുറച്ച് ബ്ലോട്ട്സ് ആഡഡ് ആണ്. പക്ഷേ അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്ന. പക്ഷേ ഈ ആപ്സൊന്നും എല്ലാം ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് പ്രീ ഇൻസ്റ്റാൾ ആയിരുന്നില്ല, ചിലതൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ് ആക്ച്വലി. പക്ഷേ സില്ലി അങ്ങനത്തെ ആപ്സൊക്കെ ചിലത് ഉണ്ട് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. എങ്കിലും ഇപ്പോൾ കുറവാണ്, റിലേറ്റീവ്ലി ആപ്സ് കുറവാണ് പ്രീ ഇൻസ്റ്റാൾഡ്. അത് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ അതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. പിന്നെ 2 മേജർ അപ്ഡേറ്റ്സും 3 അപ്ഡേറ്റ് സൈക്കിളുമാണ് പാച്ചസുമാണ് കമ്പനി പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ഇതിനകത്ത് കിട്ടുന്നതാണ്. ഇനി ക്യാമറയിലേക്ക് വരാൻ നമുക്ക് 64 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. അതേപോലെ 8 MP അൾട്രാ വൈഡും 2 MP മാക്രോ സെൻസറുമാണ് വരുന്നത്. f1.8 അപ്പേച്ചറാണ്. 16 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറ UI നമ്മൾ റെഗുലർ ക്യാമറ UI തന്നെയാണ്. ഒരു അഡീഷണൽ മോഡ്സ് ഒരുപാടുണ്ട്. വ്ളോഗ് മോഡ്, അതേപോലെ സ്ലോ മോഷൻ, ടൈം ലാപ്സ്, ഷോർട്ട് വീഡിയോ, ക്ലോൺ മോഡ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇൻക്ലൂഡ് ആണ്. പിന്നെ നൈറ്റ് മോഡ്, പോർട്രേറ്റ്, വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ നമുക്ക് 4K അവൈലബിൾ ആണ്. 4K 30 FPS ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 1080p 60 30 FPS ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് വേണം. ഇതെല്ലാം Redmi K50i എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലാണ് ഫോട്ടോസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ക്യാമറ റിവ്യൂ സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യുന്നതാണ്. ഓവറോൾ എനിക്ക് ക്യാമറ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. നമ്മൾ ഡീറ്റെയിൽ റിവ്യൂ അല്ലെങ്കിൽ ഡീറ്റെയിൽ ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ വിശദമായി പറയാൻ പറ്റുള്ളൂ.
ഇനി ഇതിനകത്ത് 5080 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്, നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയാണ്. അതേപോലെ 67 വാട്ട് സോണിക് ചാർജറും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സ്പീഡിൽ ചാർജിങ് കിട്ടും. അറൗണ്ട് 40 to 50 മിനിറ്റ്സ് ആയിരിക്കും ഫുൾ ചാർജ് എടുക്കുക. 5080 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ആസ്പെക്ട് ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്, പിന്നെ 5G സപ്പോർട്ട് ഉണ്ട്, ഡ്യുവൽ 5G സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ എല്ലാം തന്നെ നമുക്ക് ഒരു പവർ പാക്ഡ് ഡിവൈസ് ആണ് ഡെഫിനറ്റ്ലി ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 25,999 രൂപയാണ്. അതാണ് ബേസ് വേരിയൻറ്റ്, 6GB റാമും 128GB സ്റ്റോറേജ്. പിന്നെ കാർഡ് ഓഫേഴ്സ് അറൗണ്ട് 3000 rupees കാർഡ് ഓഫേഴ്സ് ഉണ്ട്, പിന്നെ എക്സ്ചേഞ്ച് ഓഫേഴ്സും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി തന്നെ വളരെ ഒരു നല്ല പ്രൈസിംഗ് ആണ്. കാർഡ് ഓഫേഴ്സ് എടുക്കുകയാണെങ്കിൽ 25,999 വീണ്ടും തന്നെ ഒരു 3000 രൂപ കുറച്ച് കിട്ടി. 23,000 നിങ്ങൾക്ക് ഈ ഡിവൈസ് കിട്ടുന്നത്. അത് നല്ല ഒരു പ്രൈസിംഗ് ആണെന്ന് പറയും. കാരണം ഇത്രയും പവർഫുൾ ആയ ഒരു ഡിവൈസ് ഈ കാറ്റഗറിയിൽ വന്നിട്ടില്ല. കാരണം ഇത് ഗെയിമിങ്ങിന് അനുയോജ്യമായ ഡിവൈസാണ്. കാരണം ഇതിനകത്ത് ലിക്വിഡ് കൂളിംഗ് ടെക്നോളജിയും അങ്ങനെ എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. LPDDR5 റാമും 3.1 UFS സ്റ്റോറേജ് സപ്പോർട്ടുണ്ട്. അപ്പോൾ ഗെയിമിങ്ങിന് അനുയോജ്യമായ ഒരു അടിപൊളി ഡിവൈസാണ് ഡെഫിനറ്റ്ലി പറയാം. അപ്പോൾ പ്രൈസിങ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ല ഒരു ഡിവൈസായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഓൾറൗണ്ട് ഡിവൈസ് ആണോ എന്നുള്ളത് നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. എങ്കിലും പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒരു ഗുഡ് ഡിവൈസാണെന്ന് പറയാം. കാരണം ഇത്രയും പവർഫുൾ ആയ ചിപ്പ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വേറെ അവൈലബിൾ അല്ല എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു റെഡ്മി K50iൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ. അപ്പോൾ ഞാൻ നേരത്തെ പ്രൈസ് പറഞ്ഞു, 3 കളേഴ്സും പറഞ്ഞു. ഇത് എനിക്ക് 23rd സെയിലാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്, ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു അൺബോക്സിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.